നമ്മുടെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരം വീണ്ടും ഗുണ്ടാവിളയാട്ടം നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി 10:10 കളിയിക്കവിളയ്ക്ക് ഒറ്റമരത്തിന് സമീപമുള്ള പെട്രോൾ പമ്പിന് സമീപം നടന്ന ക്രൂരമായ കൊലപാതകമാണ് ഇപ്പോൾ കേരളം ഉറ്റുനോക്കുന്നത്. തിരുവനന്തപുരം എന്ന തലസ്ഥാന നഗരം വീണ്ടും ഗുണ്ടാവിളയാട്ടം നടക്കുകയാണ്. ഒന്നും രണ്ടുമല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും ഒരു അരിങ്കൊല ഇപ്പോൾ അരങ്ങേറിയിരിക്കുന്നു. കേരള തമിഴ്നാട് അതിർത്തിയായ കളിയിക്കവിളയിൽ കഴിഞ്ഞ ദിവസം നടന്നത് ഞെട്ടിക്കുന്ന കൊലപാതകമാണ്. രാത്രി 10:10 ശേഷമാണ് കൊല നടന്നിരിക്കുന്നത്. CCTV ദൃശ്യങ്ങളിൽ നിന്നും അത് വ്യക്തമാണ്. കളിയിക്കവിള ഒറ്റമരത്തിലെ പെട്രോൾ പമ്പിന് സമീപമാണ് ഈ ക്രൂരമായ കൊലപാതകം നടന്നത്. മലയങ്കീട് അണപ്പാട് മുളപ്പള്ളി ഹൗസിൽ 46 വയസ്സുള്ള ദീപുവാണ് ഈ ദാരുണ കൊലപാതകത്തിന് ഇരയായിരിക്കുന്നത്. ഇപ്പോൾ ഇതിന്റെ കൊലപാതകിയെ കണ്ടെത്തിയ വിവരമാണ് പോലീസ് അറിയിക്കുന്നത്. നെടുമങ്ങാട് ആക്രിക്കച്ചവടം നടത്തി വന്ന ഊഴാറ്റുപേട്ട ഷാജികുമാർ എന്ന അമ്പിളിയാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസ് വ്യക്തമാക്കി. ഒറ്റമരത്തിനരികെയുള്ള പെട്രോൾ പമ്പിലെ CCTV ദൃശ്യങ്ങളാണ് പ്രതിയെ കുടുക്കിയത്. മുൻപ് നടത്തിയ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട ഈ ആക്രിക്കച്ചവടക്കാരനുമായി കേസ് നടത്തി ഇയാളുടെ വസ്തുക്കൾ കോടതി മുഖാന്തിരം അറ്റാച്ച് ചെയ്തിരിക്കുകയായിരുന്നു. ഇതാണ് വൈരാഗ്യത്തിന് കാരണമെന്ന് കരുതുന്നു. പലതവണ ഇദ്ദേഹം 50 ലക്ഷം രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് ദീപുവിനെ ഭീഷണിപ്പെടുത്തുകയുണ്ടായി എന്ന് മകൻ വെളിപ്പെടുത്തി. 10 ലക്ഷം രൂപയുമായാണ് ഇന്നലെ ദീപു വീട്ടിൽ നിന്നും 6 മണിക്ക് പുറപ്പെടുന്നത്. ആ പണമാണ് പ്രതി എടുത്തുകൊണ്ടു പോയത് എന്ന് കരുതുന്നു. ദീപു നടത്തിവന്ന കോറി യൂണിറ്റുകൾ 1-2 വർഷമായി പ്രവർത്തിക്കുന്നില്ല. വീണ്ടും ആരംഭിക്കുന്നതിനായുള്ള പ്രവർത്തനം നടക്കുന്നതിനിടയിലാണ് ഈ ക്രൂരമായ കൊലപാതകം നടക്കുന്നത്. കരമനയുള്ള കുടുംബ വീടിന്റെ അഡ്രസ്സായിരുന്നു അദ്ദേഹത്തിന്റെ ID കാർഡിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് കരമനയുള്ള വീടുമായി ബന്ധപ്പെടുകയും അങ്ങനെ കുടുംബത്തിലേക്ക് ഈ വാർത്ത എത്തുകയുമായിരുന്നു. എന്തായാലും ഇപ്പോൾ പ്രതി ഷാജികുമാർ അറസ്റ്റിലായിരിക്കുന്നു. കൂടുതൽ പ്രതികൾ ഇതിന്റെ പിന്നിലുണ്ടോ എന്ന കാര്യം പോലീസ് ഇപ്പോൾ അന്വേഷിക്കുകയാണ്. എന്തായാലും വരും മണിക്കൂറുകളിൽ ഇതിന്റെ കൂടുതൽ വാർത്തകൾ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്.